ഹായ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ ചെറിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വ്ളോഗ് പറയുമ്പോൾ എനിക്കറിയില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പക്ഷേ അത് മുന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് മുതലേ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ ഫോണിൽ എടുത്തേക്കുമായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് വെറുതെ സ്റ്റോറേജ് ഫുള്ളാവുന്നില്ലാത്ത, അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കത് ചെയ്യാൻ ഉള്ളിലൊരു മടിയായിരുന്നു. ഇതെന്തായിരിക്കും, ഇതെങ്ങനെ ചെയ്യുക, ഇതെങ്ങനെയായിരിക്കും ആൾക്കാർ കാണുമ്പോൾ എടുക്കുക എന്നുള്ളൊരു അപകർഷതാബോധം, പിന്നെ അങ്ങനെ എന്തൊക്കെ ഒരു തോന്നലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തോ അങ്ങോട്ട് ചെയ്ത് ഇടുക എന്നുള്ളൊരു സാധനം, അങ്ങനൊരു മെൻറ്റാലിറ്റി വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഞാനൊരു ആൽമരം മ്യൂസിക് ബാൻഡ് എന്നുള്ളൊരു ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ജേണി കാര്യങ്ങളും പിന്നെ വേറെ കണ്ടൻറ്റ് കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞങ്ങളൊരു അബ്രോഡ് ഷോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് ഒരു ആഗ്രഹം. അപ്പോൾ അത് കുറച്ച് വീഡിയോസേ ഉള്ളൂ. ഞാൻ കുറേ വീഡിയോസ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ചെയ്യണം വിചാരിച്ചെടുത്തേക്കും എന്നാൽ ചെയ്യത്തുമില്ല. മൂഡ് പോകുമ്പോൾ അങ്ങനെ ചെയ്യൂല. അപ്പോൾ അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ ഡിലീറ്റ് ചെയ്യും കുറേയൊക്കെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇനി എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഉള്ള കുറച്ച് വീഡിയോ വെച്ചിട്ട് ഞാനൊരു ചെയ്തതാണ്, ഒരു വ്ളോഗ് പോലെ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ടിക്കറ്റ് കിട്ടി ഗൈസ്. ചില്ല് കൂടാരം പോലൊരു സാധനമാണ് മുന്നിൽ കാണുന്നത്. അല്ല, അത് അങ്ങോട്ട് കാണിക്കണം. അപ്പോൾ അങ്ങോട്ട് കാണിക്കണം. അത് തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്ന്. കാരണം ഞങ്ങളുടെ ഫസ്റ്റത്തെ അബ്രോഡ് ഷോ ആണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയും കൂടിയായിരുന്നു ഇത്. ഞങ്ങളൊരു 11 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1-2 പേര് മാത്രമായിട്ടാണ് ആദ്യം ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. ബാക്കിയുള്ളവരാരും അങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെയധികം ഉണ്ടായിരുന്നു. കാരണം പ്രോഗ്രാമിന് പോണേക്കാളും ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യണം എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ മേലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല കേട്ടോ. കാരണം വെറുതെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു 4 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് ആദ്യമായിട്ട് എത്തിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഒരു പുലർച്ചെ സമയത്താണ്. അതിന് ശേഷം രാവിലെ ആയ സമയത്ത് നല്ല ചൂടായിരുന്നു അവിടുത്തെ ചൂട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോണ സ്ഥലത്തെത്തി. ഞങ്ങൾക്ക് ആദ്യം സൗണ്ട് ചെക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ എത്തി. എല്ലാം റെഡിയായിരുന്നു. സൗണ്ടും സ്റ്റേജും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. സൗണ്ട് ചെക്കും കുറച്ച് അലച്ചിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന് ശേഷം നല്ല ക്ഷീണമായി. കാരണം ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിലേക്ക് പോയി. അനന്തപുരി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട്. അത് ഒരു കേരള ഫുഡൊക്കെ ഇടുന്നൊരു റെസ്റ്റോറൻ്റാണ്. അടിപൊളി സെറ്റപ്പായിരുന്നു സംഭവം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പക്ക കേരള സ്റ്റൈൽ തന്നെയാണ് എല്ലാതും. അത്രയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാ ഫുഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം കേരളത്തിൽ അവിടുത്തെ അതേ ഒരു സ്റ്റൈൽ ഇവിടെ കിട്ടുമെന്ന്, അതും ഇത്രയും ടേസ്റ്റായിട്ട്. പിന്നീട് നേരെ പ്രോഗ്രാമിന് പോവുകയാണ് ചെയ്തത്. ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ പ്രോഗ്രാമിന് റെഡി ആയിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കയ്യിലുണ്ടായിരുന്നു, ഒക്കെ മിസ്സായി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ പിറ്റേന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി. ഷോപ്പിങ്ങിനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. നല്ല രസമായിരുന്നു. അടിപൊളി ഓരോരോ സ്ഥലങ്ങൾ. നല്ല ചൂടായിരുന്നു അവിടെ. നമ്മൾ വിചാരിക്കണ മാതിരത്തെ ചൂടല്ല. നമ്മൾ സാധാരണ നാട്ടിൽ നിൽക്കണ ആ ഒരു ചൂടല്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഈ മസ്കറ്റിത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത കുറച്ച് ചേട്ടന്മാരുടെ അടുത്തേക്കാണ്. അവരുടെ വീട്ടിലേക്കാണ് പോയത്. അത് ഭയങ്കര രസമായിരുന്നു. അവർ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിക്കാനുള്ള
ഒരു പരിപാടിയിലായിരുന്നു. അപ്പോൾ അടിപൊളി സെറ്റപ്പായിരുന്നു. നല്ല ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നേരെ പോയത് ഷോപ്പിങ്ങിനായിരുന്നു. ഷോപ്പിങ്ങിന് പോയതാണ് ഒരു കോമഡി ആയത്. കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങളാണ് മേടിച്ചത്. കാരണം അവിടെ ആദ്യമായിട്ട് ഒരു പുറത്ത് പോകുമ്പോൾ നാട്ടിലേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും കുറേ സാധനങ്ങളൊക്കെ കൊടുക്കണം. ഒരു പ്രവാസികളൊക്കെ വരുന്ന മാതിരി എന്തൊക്കെയോ മേടിച്ച് കൂട്ടി. ചോക്ലേറ്റ്സാണ് കൂടുതൽ, പക്ഷേ അത്യാവശ്യം മേടിച്ചതുകൊണ്ട് കുറച്ചധികം പൈസയായി. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വേഗം തിരിച്ചല്ല, ശരിക്ക് കുറേ വീഡിയോസ് കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മിസ്സായതാണ്. പക്ഷെ ഇത് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അത്രയും ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ നാട്ടിലെത്തി പുലർച്ചെ ഒരു സമയത്തായിരുന്നു അവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നാട്ടിൽ രാവിലെ ആ സമയത്ത് എത്തി. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആർക്കും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അതിനുശേഷവും ഞങ്ങൾ അബ്രോഡ് ഷോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.